ഹേയ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് വന്ന ഒരു കമൻറ്റിനുള്ള റിപ്ലൈയും പിന്നെ നമുക്ക് കുറച്ച് ബേസിക് ന്യൂട്രീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാലോ. അപ്പം നിങ്ങൾക്ക് ബേസിക് ന്യൂട്രീഷനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കാണുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ ഹ്യൂമൻ അനാട്ടമി ലാബാണ്. ഞാൻ ഒരു കോളേജിലെ ഹ്യൂമൻ അനാട്ടമി അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ ഇന്നത്തെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഇത് കുടിച്ചിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പം വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് ഡയറക്റ്റായിട്ട്. ഓക്കെ, അപ്പം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്ന കണ്ടന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പം നിൽക്കുന്ന എൻ്റെ അനാട്ടമി ലാബിലാണ്. എൻ്റെ കൂടെ ദയവായിട്ട് ഒരു സ്കെലിറ്റൻ നോട്ട് ഇരിപ്പുണ്ട്. അവിടെ കുറച്ച് അസംബിൾ ചെയ്ത് വെച്ചേക്കുന്ന സ്കെലിറ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക് ന്യൂട്രീഷൻ ആൻഡ് സപ്ലിമെൻറ്റ്സ്. അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. അപ്പം ഫസ്റ്റ്, ഞാൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്കകത്തും എൻ്റെ ഒരു ബ്ലോഗിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പ്രോട്ടീനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് സപ്ലിമെൻറ്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം സ്റ്റീറോയിഡ്സ് അല്ല, നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ ചെയ്യുന്നത് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണ്. എൻഹാൻസ് ബോഡി ബിൽഡിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, രണ്ട് ടൈപ്പ് ബോഡി ബിൽഡിംഗ് ഉള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എൻഹാൻസ് ബോഡി ബിൽഡിങ്, അതേപോലെ തന്നെ നാച്ചുറൽ ബോഡി ബിൽഡിങ്. എൻഹാൻസ് ബോഡി ബിൽഡിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് സ്റ്റീറോയിഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്തിട്ട് ബോഡി ഇൻ്റർനാഷണൽ ലെവലിൽ വരെയുള്ള കോമ്പറ്റീഷൻസ് ഇപ്പോഴും എൻഹാൻസ് ബോഡി ബിൽഡിങ്ങിനുണ്ട്. മിസ്റ്റർ ഒളിമ്പിയ, മിസ്റ്റർ ഇന്ത്യ, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റിയ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യയിലും ഉണ്ട്, പുറത്തും ഉണ്ട്, ഇൻ്റർനാഷണലിയും ഉണ്ട്. അപ്പം ഇപ്പോൾ കേരളത്തിൽ അധികം ഇതുപോലത്തെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസ് വന്നിട്ടില്ല. ഒരെണ്ണം നടത്താൻ പോകുന്നു, അതിനകത്താണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ ആദ്യമേ ബൾക്കിങ്ങിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കട്ടിങ് തുടങ്ങി. ഇപ്പോൾ ഞാൻ 85 kgs നിന്ന് ഇപ്പോൾ 75 kgs വന്ന് നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി പ്രോസസ്സാണ്. 6 മാസം കൊണ്ടാണ് ഞാൻ ഇപ്പം 75 വന്നിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകണം. എൻ്റെ കോച്ച് പറഞ്ഞത് ഇനിയും മുന്നോട്ട് പോകണം. അത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല. ഈ ഒരു കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ ആദ്യത്തെ കോമ്പറ്റീഷനാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് എനിക്ക് പേഴ്സണൽ ട്രെയിനിങ് ക്ലയൻസ് ഉണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അപ്പോൾ ഞാൻ ഇവരെല്ലാം ട്രെയിൻ ചെയ്യുന്നുമുണ്ട്. ഫിറ്റ്നസ്, ഓക്കെ, നോട്ട് ബോഡി ബിൽഡിംഗ്. അപ്പം ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ. നമുക്കൊരു കോച്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ്റെ ആവശ്യം വരും. നമുക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് തിരുത്തി തരാനുള്ള ആൾ വേണം. നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെ ഒരു കോച്ച് എനിക്ക് ഒഫീഷ്യലി ഇല്ല, ബട്ട് അൺഒഫീഷ്യലി എനിക്ക് ഫ്രണ്ട് ഉണ്ട്. അതാണെങ്കിൽ പറഞ്ഞു തരാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ എല്ലാ ഹെൽപ്പോട് കൂടി, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കോമ്പറ്റീഷന് ഇറങ്ങാൻ പോകുന്നത്. വരുന്ന ആഗസ്റ്റ് 28 നമ്മുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം. വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ദോഷമുണ്ടോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേ പ്രോട്ടീൻ എന്താണെന്നുള്ളത്. നല്ലൊരു വേ പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാൻസസ് കുറവാണ്. നല്ലൊരു വേ പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു വേ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമ്മുടെ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻടേക്ക് കിട്ടും പ്രോട്ടീൻ്റെ. ഓക്കെ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് 1500 കാലറീസ് ആണ് ഒരു ദിവസത്തെ ഇൻടേക്ക്. ഞാനിപ്പോൾ ഫാറ്റ് ലോസ് നിൽക്കുന്ന സമയത്ത് എനിക്ക് 1500 കാലറീസ് ഒരു ദിവസം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഞാൻ 1/2 kg ചിക്കൻ കഴിക്കുന്നുണ്ട്, ഒരു 10-12 മുട്ട കഴിക്കുന്നുണ്ട്, എഗ് വൈറ്റ്സ് ആൻഡ് ബോത്ത് ഹോൾ എഗ്സ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫിഷ് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി അറ്റൈൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 1000 കാലറീസിനടുത്ത് വരും. എന്നാലും എനിക്ക് എൻ്റെ ഡെയിലി ഇൻടേക്ക് ആയിട്ടുള്ള 200 grams ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇനി അങ്ങോട്ട് ബാക്കി ഒരു 50 gram പ്രോട്ടീൻ കഴിക്കണം. ആ 50 gram പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് വേ പ്രോട്ടീൻ. ഓക്കെ, ഐസൊലേറ്റ് വേ പ്രോട്ടീൻ. ഐസൊലേറ്റ് വേ പ്രോട്ടീൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസൊലേറ്റ് വേ പ്രോട്ടീനകത്ത് നമുക്ക് പ്യുവർ പ്രോട്ടീൻ ആയിരിക്കും കിട്ടുന്നത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവായിരിക്കും, ഷുഗർ കാണത്തില്ല. ഓക്കെ, ഫാറ്റ് കണ്ടൻറ്റും കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചിക്കനും ഫിഷും എഗ്ഗും ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് പ്രോട്ടീൻ്റെ കൂടെ തന്നെ കാലറി നല്ലോണം കയറും, അതേ കണക്ക് തന്നെ ഫാറ്റ് കണ്ടൻറ്റും കൂടും. അപ്പോൾ എനിക്ക് ഒരു വേ പ്രോട്ടീൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 സ്കൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 50 gram പ്രോട്ടീൻ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റ് കുറവായിരിക്കും, കാർബ് കുറവായിരിക്കും, കാലറിയും കുറവായിരിക്കും. 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന 200 കാലറീസിനകത്ത് 50 grams ഓഫ് പ്രോട്ടീൻ. സോ അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ്സിലോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ ഞാൻ ഈ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ക്രിയാറ്റിനാണ്. ഓക്കെ,
ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടാകുന്നൊരു സാധനമാണ്. നമ്മുടെ ATP പ്രൊഡക്ഷൻ, നമുക്ക് എനർജി ഉണ്ടാകാനും കാര്യങ്ങൾക്കെല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ക്രിയാറ്റിൻ. ഓക്കെ, അപ്പം ഇത് സപ്ലിമെൻ്റ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെജിറ്റേറിയൻസിന് പൊതുവെ ക്രിയാറ്റിൻ്റെ ഇൻടേക്ക് കുറവായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കുന്നവർക്ക് ക്രിയാറ്റിൻ പുറത്തുനിന്ന് കിട്ടും. ബട്ട് അത് ഒരു ഹ്യൂജ് എമൗണ്ടിൽ കഴിക്കണം. നമ്മളൊരു ബീഫൊക്കെ ആണെങ്കിൽ ഒരു 1.5 കിലോ കഴിച്ചാൽ മാത്രമേ നമുക്കൊരു 3 to 4 grams ഓഫ് ക്രിയാറ്റിൻ കിട്ടും. ഓക്കെ, അപ്പം അത്രയും കഴിക്കാൻ നമുക്ക് പറ്റുമോ? അതിന് പകരം നമ്മുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ മസിൽ ഗ്രോത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ മസിലിൻ്റെ നല്ല രീതിയിൽ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ഏറ്റവും സേഫ് ആയിട്ടുള്ള സപ്ലിമെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്രിയാറ്റിൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി. അതൊരു മാസം നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്സ് കണ്ടു തുടങ്ങും. ഒരിക്കലും ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്യുകയല്ല, നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ജിമ്മിലെ ഫിറ്റ്നസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ക്രിയാറ്റിൻ. ബേസിക് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാറ്റിൻ എടുക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് ഇൻടേക്ക് എടുക്കണമെന്ന് ഒരുപാട് സംശയമുണ്ട്. നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നമുക്ക് ഡെയിലി ഒരു വാട്ടർ ഇൻടേക്ക് വേണം. ആ വാട്ടർ ഇൻടേക്ക് നിങ്ങൾ ബോഡിക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിയാറ്റിൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ബോഡിക്ക് പ്രശ്നമാണ്. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ ആവശ്യമുണ്ട്. അപ്പം ക്രിയാറ്റിൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ വാട്ടർ ഇൻടേക്ക് കൊടുത്തിരിക്കണം. വെള്ളം കുടിക്കാതെ ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺ കാര്യങ്ങളെല്ലാം വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ക്രിയാറ്റിൻ കഴിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഈ ബോഡി ബിൽഡേഴ്സ് ഒരുപാട് വെള്ളം കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ കാരണങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും ബോഡി ബിൽഡേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു 6-7 ലിറ്റർ വെള്ളം കുടിക്കുന്നത്? അപ്പം മുടി പൊഴിയുന്നതും ഒരു മിസ്കൺസെപ്ഷനാണ്. ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി പൊഴിയാനൊന്നും പോകുന്നില്ല. മുടി പൊഴിയാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് കഴിച്ചില്ലെങ്കിലും മുടി പൊഴിയും. കാരണം അത് ട്രൂലി ഓൺ യുവർ ജെനറ്റിക്സ് ആണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ലിവറും കിഡ്നിയും ഡാമേജ് ആവുമെന്ന് പറഞ്ഞ് വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതിനൊക്കെ കുറിച്ച് എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാൽ പിന്നെ പാല് കുടിക്കുന്നതുകൊണ്ടും പ്രശ്നം ഉണ്ടാവുമല്ലോ. ബേസിക് ആയിട്ടുള്ള സാധനമാണ് പാല്. ഈ പാലിനകത്ത് നിന്ന് ചീസ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് വേ എന്ന് പറയുന്നത്. ഈ വേ ഫിൽട്രേഷൻ കാര്യങ്ങളും പ്രോസസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പൗഡർ ഫോമാണ് വേ പ്രോട്ടീൻ. ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലും കുടിക്കുന്നത് നിർത്തിക്കോ. പിന്നെ ഞാൻ കഴിക്കുന്ന സാധനങ്ങളിനകത്ത് ഒന്നും മായമില്ല എന്ന് പറയാൻ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. രാവിലെ എണീച്ച് പല്ല് തേക്കുന്ന പേസ്റ്റ് തൊട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്ന ഫുഡിനകത്തുള്ള പച്ചക്കറിക്കകത്ത് വരെ മായമുള്ള കാലമാണ്. എല്ലാത്തിനകത്തും മായമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് 100% ഹെൽത്തിയാണ്, ഓർഗാനിക്കാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദോഷങ്ങൾ വന്ന് കയറും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് ന്യൂട്രീഷനെ കുറിച്ച് കുറച്ച് അറിവുണ്ടായിരിക്കണം. ബേസിക് ന്യൂട്രീഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് അറിയണം, കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം, പ്രോട്ടീൻ എന്തൊക്കെയാണെന്ന് അറിയണം, പ്രോട്ടീൻ എന്തുകൊണ്ട് കഴിക്കണമെന്ന് അറിയണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തും പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഫാറ്റ്, നല്ല ഫാറ്റ് ഏതാണ്, ചീത്ത ഫാറ്റ് ഏതാണെന്ന് ഇതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഫൈബർ, ഇത് 4 മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഏതൊക്കെ ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രോട്ടീൻ സോഴ്സസ് മെയിനായിട്ട് നിങ്ങൾക്ക് വേണം. നിങ്ങളൊരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫുഡ് എടുക്കുന്നു, നിങ്ങൾ ഒരു നേരത്തെ ഫുഡിനകത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ കഴിക്കുന്ന എന്തൊക്കെ പ്രോട്ടീൻ സോഴ്സസ് ഉണ്ടെന്ന്. നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ സോഴ്സായിട്ട് എന്തെങ്കിലും വേണം. മിനിമം ഒരു 30 to 40% എങ്കിലും വേണം. അല്ലാതെ ചോറ് ഒരുപാട് എടുത്തിട്ട് അതിന് കറിയായിട്ട് കഴിക്കുന്ന പരിപാടി പണ്ട് തൊട്ടേ ഞാനും കണ്ടു തുടങ്ങിയിട്ടുള്ള, ഞാനും ഒരുപാട് ശീലിച്ചിട്ടുള്ള. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിർത്തി. നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് എല്ലാ മീലിൻ്റെയും കൂടെ വേണം. അതിപ്പം എഗ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, എന്ത് മീറ്റ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല. നോൺ വെജ് ആണെങ്കിൽ അത്രയും നല്ലത്. വെജ് ആണെന്നുണ്ടെങ്കിൽ പനീർ, സോയ, കടല, എല്ലാം. വെജിറ്റേറിയൻസിനകത്തും പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡുണ്ട്. ബട്ട് അതൊന്നും ഒരു കംപ്ലീറ്റ്ലി ട്രൂ പ്രോട്ടീനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം
അമൈനോ ആസിഡ്സിൻ്റെ ലെവൽസ് വെജ് അതിനകത്ത് കുറവാണ്. അതുകൊണ്ടാണ് സോയയ്ക്കകത്തും പനീറിനകത്തും ഒക്കെ ഫാറ്റ് കണ്ടൻറ്റും കൂടുതലാണ്. അത്രയ്ക്ക് അമൈനോ ആസിഡ്സ് ഇല്ല. നമുക്ക് അമൈനോ ആസിഡ്സ് ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പം ഈ പ്യുവർ പ്രോട്ടീൻ ആയിട്ടുള്ള എഗ്ഗ്, ഫിഷ്, ചിക്കൻ, ഓക്കെ, ബീഫ്, ഇത് 4 നമുക്ക് മെയിനായിട്ട് പ്രോട്ടീൻ്റെ ഇൻടേക്കായിട്ട് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മെയിനായിട്ടുള്ള കാർബ് സോഴ്സസ്, ഒന്ന് ചോറ്, ചപ്പാത്തി, ബാക്കിയുള്ള നിങ്ങൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ദോശ, ഇഡ്ഡലി, ഉപ്മാ, പുട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റാണ്. പിന്നെ പൊട്ടാറ്റോ, ചീനി, അതായത് കപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ആണ്. അപ്പം നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഫുഡിനകത്ത് എന്താണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ളത്, എന്താണ് പ്രോട്ടീൻ ആയിട്ടുള്ളത്, പിന്നെ ആലോചിക്കുക എന്താണ് ഫൈബർ ആയിട്ടുള്ളത്, പിന്നെ ആലോചിക്കുക എന്തൊക്കെയാണ് ഗുഡ് ഫാറ്റ് ആയിട്ടുള്ളത്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മീൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാലറീസാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഒരുപാട് മാറ്റം വരും. ഹെൽത്തി ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഞാൻ ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി. ഇനി എനിക്കൊരു 32 ദിവസം കൊണ്ട് ഈ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ശ്രമിക്കാം. പറ്റുന്ന ഫോമിനകത്ത് നമുക്ക് കോമ്പറ്റീഷനിൽ നിൽക്കാൻ നോക്കാം. അപ്പം ഓഗസ്റ്റ് 28-ന് തൃശ്ശൂർ വെച്ചിട്ടായിരിക്കും കോമ്പറ്റീഷൻ. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കുഴപ്പമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ അതിനുള്ള മറുപടി തരാം, കുഴപ്പമൊന്നുമില്ല. തെറ്റ് എന്തെങ്കിലും ഉണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം, ഒരു തെറ്റുമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം എല്ലാം കവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ. ഒരു കാര്യം കൂടി, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ദേ ഒന്ന് ചിരിച്ചേ. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ഇത് ഫേക്കായിട്ടുള്ള സാധനമാണ്. ഞാൻ ഒറിജിനൽ കാണിച്ചിട്ട് എല്ലാം കൂടി കുപ്പിയിലൊക്കെ വെച്ചേക്കുക. ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പം ഒറിജിനൽ സ്കെലിറ്റൻസ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരുന്നില്ല നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അവസാനം കാണിച്ചു തരാമെന്ന്. എടുക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല, ഇത് പേടിയുള്ളവർ കാണാതിരിക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം പിള്ളേർക്ക്. ഇതിനകത്ത് ഏതൊക്കെ സ്കെലിറ്റൻസ് ഉണ്ട്, സ്കെലിറ്റൻസ് എന്തൊക്കെയുണ്ട്, അതൊക്കെ ഹ്യൂമൻ ബോഡിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫാമിലിയുടെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം 32 ദിവസം കൊണ്ട് നമ്മൾ ഈ കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.